റോക്കറ്റ് പോലെ വില കുതിച്ചുയരുന്ന സ്വർണം കൃഷി ചെയ്യാൻ പറ്റിയാൽ എന്ത് സുഖമായിരുന്നല്ലേ? നടക്കുമോ? ചിലപ്പോൾ നടന്നേക്കാം. കൃഷി ചെയ്യാൻ സ്വർണം മരത്തിൽ കായ്ക്കുന്നതല്ലല്ലോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഐ ഗോട്ട് യു. പറഞ്ഞു കേട്ടിട്ടില്ലേ, ചക്ക വേണമെങ്കിൽ വേരിലും കായ്ക്കുമെന്ന്? അതുപോലെ സ്വർണം വേണമെങ്കിൽ മരത്തിലും കായ്ക്കുമെന്നല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത്. സ്വാഗതം. സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന് പവന് 1 ലക്ഷം രൂപയിലേക്ക് എത്താൻ പോകുന്നു. ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരമില്ല. മിക്കവരെയും മോഹിപ്പിക്കുന്ന പൊന്ന് അതിന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ അതേ പൊന്നിനെ കുറിച്ചൊരു കൗതുക വാർത്ത പറയാം. പണ്ട് വീട്ടുകാരോട് പൈസയൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിൽ പണം കായ്ക്കുന്ന മരമില്ലെന്ന മറുപടി ഏറ്റുവാങ്ങി നിർവൃതി അടഞ്ഞിട്ടുണ്ടാകും പലരും. ഇനി അങ്ങനെ പറയുന്നവരോട് പറയണം, പണം കായ്ക്കില്ലായിരിക്കാം, പക്ഷേ സ്വർണം കായ്ക്കുമെന്ന്. സംഗതി സത്യമാണ്, വെറുതെ പറയുന്നതല്ല, ശാസ്ത്രീയമായി അടിത്തറയുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനികളിലൊന്നായ വടക്കൻ ഫിൻലൻഡിലെ കിറ്റില ഖനിക്ക് സമീപത്താണ് ഈ അത്ഭുത പ്രതിഭാസം ഗവേഷകർ കണ്ടെത്തിയത്. അവിടെ വളരുന്ന നോർവേ സ്പ്രൂസ് എന്ന മരത്തിന്റെ ഇലകളുടെ അറ്റത്ത് സ്വർണത്തിന്റെ കണികകൾ ഉണ്ടായി എന്നാണ് ഗവേഷകർ പറയുന്നത്. വടക്കൻ അർദ്ധഗോളത്തിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ബോറിയൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മരമാണ് ഈ പറയുന്ന സ്പ്രൂസ്. ഇവ കണ്ട ഒറ്റ നോട്ടത്തിൽ പൈൻമരം പോലെ തന്നെ തോന്നുകയും ചെയ്യും. സൂചി പോലെ കൂർത്തിരിക്കുന്ന ഈ മരത്തിലെ ഇലകളുടെ അറ്റത്താണ് സ്വർണ്ണത്തരികൾ കണ്ടെത്തിയത്. ഇതെങ്ങനെയെന്ന സംശയമാണ് ഉള്ളതെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ വിശദീകരണവും നൽകുന്നുണ്ട് ഗവേഷകർ. ഔലു സർവകലാശാലയും ഫിൻലൻഡിലെ ജിയോളജിക്കൽ സർവേയും ചേർന്ന് നടത്തിയ പഠനത്തിൽ പറയുന്നത്, പ്രത്യേക ബാക്ടീരിയകളുടെ പ്രവർത്തനം മണ്ണിൽ നിന്ന് വേരുകൾ വഴി എത്തുന്ന സ്വർണത്തെ ഖരരൂപത്തിലാക്കി മാറ്റുമെന്നാണ്. സിമ്പിളാക്കി പറഞ്ഞുതരാം. സ്വർണ്ണ നിക്ഷേപമുള്ള മേഖലകൾക്ക് സമീപമുള്ള മണ്ണിലും വെള്ളത്തിലും ചിലപ്പോൾ സ്വർണത്തിന്റെ അംശമുണ്ടാകും. മരങ്ങളുടെ വേരുകൾ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. വളരെ സാധാരണമായൊരു പ്രക്രിയ. അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രത്യേകതരം സൂക്ഷ്മജീവികളുടെ റോൾ. സ്പ്രൂസ് മരത്തിന്റെ ഇലകളിലുള്ള സൂക്ഷ്മജീവികൾ വെള്ളത്തിൽ ലയിച്ച സ്വർണത്തെ ഖരരൂപത്തിലാക്കി മാറ്റും. അങ്ങനെയാണ് മരത്തിൽ സ്വർണം കായ്ക്കുക എന്ന അത്ഭുത പ്രതിഭാസം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ കിറ്റില ഖനിക്ക് സമീപമുള്ള 23 മരങ്ങളിൽ നിന്ന് 138 സാമ്പിളുകളാണ് ഗവേഷക സംഘം ശേഖരിച്ചത്. അതിൽ 4 മരങ്ങളുടെ അറ്റത്താണ് സ്വർണത്തിന്റെ കണികകൾ കണ്ടെത്തുകയും ചെയ്തത്. നിരവധി സൂക്ഷ്മജീവികൾ, മൈക്രോബുകളെ ഉൾക്കൊള്ളുന്നതാണ് നോർവേ സ്പ്രൂസ് മരങ്ങളുടെ ഇലകൾ. എന്നാൽ P3OB42, QT ബാക്ടീരിയം, കോറിൻ ബാക്ടീരിയം എന്നിവയായിരുന്നു സ്വർണ്ണ കണിക കണ്ടെത്തിയ സ്പ്രൂസ് മരങ്ങളിൽ പ്രധാനമായും കണ്ടെത്തിയത്. ഇവ തന്നെയാകാം ഈ പ്രവർത്തനത്തിന് പിന്നിലെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഗവേഷകർ. എല്ലാ മരങ്ങളിലും സ്വർണം ഉണ്ടായില്ല എന്നത് മരം വെള്ളം വലിച്ചെടുക്കുന്ന ജലപാതകൾ, സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം, പ്രാദേശിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഈ പ്രക്രിയയിൽ ഒരു പങ്കു വഹിക്കുന്നു എന്നതുകൂടിയാണ് തെളിയിക്കുന്നത്. എന്തു തന്നെ ആയാലും പുതിയ കണ്ടെത്തൽ മറ്റു ചില വഴികൾ കൂടിയാണ് ഗവേഷകർക്ക് മുന്നിൽ തുറന്നിടുന്നത്. സ്വർണ്ണഖനികൾക്ക് സമീപമുള്ള മരങ്ങളിലാണ് സ്വർണ്ണഖനികകൾ ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ നിക്ഷേപമുള്ള പ്രദേശങ്ങൾ കണ്ടെത്താനുള്ള പുതിയ മാർഗം കൂടിയാണിത്. സാധാരണഗതിയിൽ ഡ്രില്ലിങ്ങും ജിയോ കെമിക്കൽ സർവേയും ഒക്കെ ആശ്രയിച്ചാണ് സ്വർണ്ണ പര്യവേഷണം നടത്താറുള്ളത്. എന്നാൽ സ്വർണ്ണ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി സ്വർണ്ണ നിക്ഷേപം കണ്ടെത്താൻ പുതിയ സസ്യാധിഷ്ഠിത സ്ക്രീനിംഗ് രീതികൾ വികസിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള പണികളും അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ.